നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും രഘുനാഥത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ പല വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടാറുണ്ട്, അവരുമായിട്ട് ഇടപഴകാറുണ്ട്, അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാറുണ്ട്, ബന്ധം സ്ഥാപിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ചില വ്യക്തിത്വങ്ങളെ മറക്കാനോ അല്ലെങ്കിൽ ഓർക്കാതിരിക്കാനോ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ അവർ അത്രമാത്രം സ്വാധീനിക്കുന്ന വ്യക്തിത്വത്തിനുടമകളായതുകൊണ്ടാണ്. ഇവിടെ രഘുനാഥം ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നതും അത്തരത്തിൽ നമ്മളെയൊക്കെ സ്വാധീനിക്കാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ സ്വാധീന ശേഷിയുള്ള ഒരു വ്യക്തിത്വത്തെ തന്നെയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങൾ, ആ 3 ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയേണ്ടുന്ന അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടുന്ന, അത്യാവശ്യമായി കൊണ്ട് നടക്കേണ്ടുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ സന്ദേശങ്ങളുമായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തി. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് കാലടി മഞ്ഞപ്രയിൽ വളരെ വ്യത്യസ്തമായ ഒരു സഞ്ജീവനി ലൈഫ് കെയർ ഗ്രാമം വില്ലേജ് ഇന്ന് നടത്തുന്ന ഒരു സ്ഥാപന ഉടമ കൂടിയാണ് അദ്ദേഹം. പക്ഷേ പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് അനുഭവത്തിൻ്റെ കനൽ വഴികൾ താണ്ടിക്കടന്ന് കറകളഞ്ഞ ഒരു ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയും ഇന്ന് വൈദിക വൃത്തി നടത്തുകയും ചെയ്യുന്ന അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഏറെ സന്തോഷമുണ്ട്. പ്രേക്ഷകരിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. വളരെ എന്താ പറയുക, നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. അതെ 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 ഒരുപാട് ഞാൻ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് സാറ്. ആരാധനയുടെ ആവശ്യമില്ല, വ്യക്തികളെ നമ്മൾ ആരാധിക്കേണ്ട തീർച്ചയായിട്ടും. അല്ല, നമ്മളെ സ്വാധീനിക്കുന്ന, ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ ചിലരെ നമുക്ക് സ്വാധീനിക്കുന്ന വ്യക്തിത്വങ്ങളായി കാണാൻ പറ്റും. സ്വാധീനമുണ്ട്, ആരാധന. തീർച്ചയായും എൻ്റെ ആരാധനയാണ്, അതെൻ്റെ മാത്രം ഒരു അഹങ്കാരമാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കുമ്പോൾ സാറിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, ജീവിതത്തെ നോക്കിക്കാണുന്ന അങ്ങയുടെ ആ ഒരു എന്താ പറയുക വീക്ഷണ രീതി. കാരണം ഈ വരുന്ന തലമുറയ്ക്ക് നമ്മളിലൂടെ എന്തെങ്കിലും പകർന്നു കൊടുക്കണം എന്ന് ശഠിക്കുന്നവരിൽ പെട്ട ഒരാളാണ് അദ്ദേഹം. തീർച്ചയായും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നത് എന്ന ചോദ്യത്തിന് മുൻപ്, അങ്ങ് തുടക്കത്തിലൊരു വ്യാപാരിയായിരുന്നു, ഒരു കച്ചവടപരമായ ജീവിതം, അത് സ്വന്തം വ്യക്തി കുടുംബ ജീവിതത്തിന് വേണ്ടി മാത്രം നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു. അതിൽ നിന്നും മാറി ഓരോ വഴികളിലൂടെ സഞ്ചരിച്ച് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പ്രേരക ശക്തി ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് സാറുടെ ആ ഒരു, അതായത് നമ്മളൊരു കുടുംബജീവിതം ആരംഭിക്കണം അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു സംരക്ഷണം എങ്ങനെ വേണം എന്നുള്ള ഒരു ആശയം വേണം. കുടുംബജീവിതം എന്നുള്ളത് ഒരു ആഗ്രഹമാണ്, അതെ, സംരക്ഷണം എന്നുള്ളത് ആവശ്യമാണ്. അപ്പോൾ ഈ ആവശ്യം നിറവേറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആഗ്രഹത്തിലേക്ക് മുതിരരുത്. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിയായിട്ട് എൻ്റെ കുടുംബത്തിനെ കൊണ്ടുനടക്കണമെന്നൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിലെ ഏറ്റവും നല്ല വ്യക്തിയാക്കി. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു ആശയത്തിലേക്ക് ഞാൻ കടക്കാൻ ചെല്ലുമ്പോൾ, ഞാൻ എന്തിന് നിങ്ങളെ കാണണം, അല്ലെങ്കിൽ ഞാൻ എന്തിന് അത് നേടണം. അപ്പോൾ ഞാൻ അന്വേഷിച്ചറിഞ്ഞിട്ടാണ് ഈ നേട്ടവും ഈ അതിനെ നമ്മുടെ കൈക്കലാക്കണം എന്നുള്ള ചിന്തയിലും കടന്നു പോണത്. അതിൽ ഞാൻ ലോകം മുഴുവനും ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ലോകപരിചയം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ലോകത്തിലൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഏതൊരു വ്യക്തിത്വത്തെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സംസ്കാര രീതിയാണ് ഹൈന്ദവ സംസ്കാരം. ഈ ഹൈന്ദവ സംസ്കാരം എന്തുകൊണ്ട് അത് ഉജ്ജ്വലമാകുന്നില്ല? എന്നാൽ അത് ഉജ്ജ്വലമാക്കേണ്ട ഒരു സാധനമാണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കൊക്കെ റോക്കറ്റ് പോകുന്നുണ്ട്. അങ്ങോട്ട് പോകാനായിട്ട് ഹൈവേ ഒന്നും വെട്ടിയിട്ടില്ലല്ലോ. ഇനി അവിടെ പോയി കഴിയുമ്പോൾ അവിടെ നൈബേഴ്സും ഇല്ലോ, ചങ്ങാതി ഇത് ചന്ദ്രനാണോ ഇത് ചൊവ്വയാണോ ചോദിക്കാൻ നൈബേഴ്സും ഇല്ലല്ലോ. അപ്പോൾ ഈ നാസ പോലുള്ളതായ ശാസ്ത്രലോകം അവലംബിക്കുന്നത് ആസ്ട്രോണമിയാണ്. ആസ്ട്രോണമി ഈസ് ദ പാർട്ട് ഓഫ് ഹിന്ദു കൾച്ചർ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് വേദിക് ലിറ്ററേച്ചർ. അപ്പോൾ വേദിക് ലിറ്ററേച്ചറും വേദിക് ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളതായ ആസ്ട്രോളജിയും ആസ്ട്രോണമിയോടെയും കൂട്ടി കലർത്തിക്കൊണ്ടാണ് അവർ ഇത് മൂണിലേക്ക് പോകാനുള്ള വഴി ഇതാണ്, ചൊവ്വയിലോട്ട് പോകാനുള്ള വഴി ഇതാണ്, സൗരയൂഥ സിദ്ധാന്തം ഇങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഈ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അടിത്തറയുള്ള ഭാരതീയർക്ക് ഇത് അറിഞ്ഞൂടാ, നമുക്കിതിനെ പറ്റി അറിഞ്ഞൂടാ. വേദം പിറന്ന നാട്ടിൽ നമുക്കതിനെ പറ്റി അറിഞ്ഞൂടാ. ഒരു സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള സംസ്ഥാനത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ലോക ഭൂപടത്തിൽ പേരുണ്ട്. എന്നാൽ
എങ്ങനെയാണ് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് അതൊരു ഗ്ലോബൽ ട്രേഡ് മാർക്കാണത്. അതെ. എങ്ങനെയാണ് ഒരു ട്രേഡ് മാർക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ഒരു സയൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു ട്രേഡ് മാർക്ക് നിങ്ങൾ എന്ത് കാര്യത്തിനും നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വന്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, മറ്റൊരുത്തന് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുമായിരിക്കണം. എങ്കിൽ മാത്രമേ അതിനെ ട്രേഡ് മാർക്ക് ചെയ്ത് കിട്ടത്തുള്ളൂ. എന്നാൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളതായ കാര്യം ഞാൻ 100 മലയാളികളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 പേരെ ഉത്തരം വന്നിട്ടുള്ളൂ. ബാക്കി 98 പേർക്കും അത് അറിഞ്ഞുകൂടാ. അവർ അറിയില്ലാത്ത ഉത്തരം അവർ പറയുകയും ചെയ്യും. എന്നാൽ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണ്ടേ, അതില്ല, അത് ടൂറിസമാണ്, ഗ്രീനറിയാണ്, അതാണ്. ഇതൊന്നുമല്ല. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞതായ പേര് എങ്ങനെ വന്നു ഗൂഗിൾ അടിച്ചു നോക്കിച്ചാൽ മതി, അല്ലെങ്കിൽ വിക്കിപീഡിയ നോക്കിയാൽ കിട്ടും. അത് നോക്കൂല, കാരണം നമുക്കത് അറിയില്ലാത്തൊരു അറിവാണെന്നുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എന്ത് കാര്യവും നമ്മൾ അപ്പം തന്നെ അടിച്ചു നോക്കും. ഞാൻ ചോദിച്ച മലയാളികൾ ആരും തന്നെ വിക്കിപീഡിയ നോക്കിയില്ല എന്തുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പേരൊന്നും അങ്ങനെ നോക്കിയില്ല. അവർ സ്വന്തമായിട്ട് തീരുമാനിച്ച് ഈ പേര് വരാൻ കാരണം ഇതാണ് എന്ന് സ്വയമായിട്ട് തീരുമാനിക്കണം. ഇതിനെയാണ് അന്ധവിശ്വാസം. ശരിയായ വിശ്വാസം നിലനിൽക്കുമ്പോൾ നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ പിന്നിൽ പോകുന്നത് തെറ്റാണ്. ശരിയായ വിശ്വാസം അവിടെ ഉണ്ടല്ലോ. പരശുരാമനാൽ മഴുവെറിഞ്ഞ് പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യമായതുകൊണ്ടാണ്, അതൊരു ഫിലോസഫിയും മിത്തിൻ്റെയും കാര്യമായതുകൊണ്ടാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് കേരളത്തിന് പേര് വന്നത്. തീർച്ചയായിട്ടും അത് ഇനിയെങ്കിലും മലയാളി അറിയാൻ വേണ്ടിയാണിത് പറയണത്. ഞാൻ ഇത് അറിയുന്ന മലയാളികളുടെ എണ്ണം വളരെ കുറവാണ്. ഒരു വിദേശീയൻ വന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ വിദേശീയന് അറിയാം, കാരണം അവനത് കണ്ടുപിടിച്ചു എങ്ങനെയാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പേര് എന്നുള്ളത്. നമ്മൾ അതിന് പോലും തയ്യാറാവുന്നില്ല. ആ തയ്യാറാവുന്നില്ലാത്തതുകൊണ്ട് എന്ത് പറ്റുന്നു, നമ്മുടെ സമൂഹത്തിലുള്ളതായി ഒരു തലമുറ നന്മയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂടെ നിന്നിട്ട് ഒരു പ്രയോജനവുമില്ല. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞതായ ഒരു സംഗതിയുണ്ട്. ഓൾഡ് ഏജ് ഹോം എന്നുള്ളത് വ്യവസായമാണ് കേരളത്തിൽ, ഒരു വ്യവസായമാണ്. എന്തുകൊണ്ടാണ് ഈ ഓൾഡ് ഏജ് ഹോം ഉണ്ടായത്? ഇപ്പോൾ എൻ്റെ മകൻ്റെ മകള് ഒരു ഡൗട്ട് ചോദിച്ചുകൊണ്ട് വരാണ്. എൻ്റെ മകൻ്റെ മകളെ ഒരു ഡൗട്ട് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ ആ കുട്ടിക്ക് ബേസ് നോളജുമായിട്ടാണ് വരണത് തന്നെ. ആ ബേസ് നോളജുമായിട്ട് വരുന്ന ആ കുട്ടിക്ക് നമ്മൾ ആ നോളജ് ഇൻക്രീസ് ചെയ്യാനുള്ളതായി അവന് കൊടുത്തില്ല എങ്കിൽ ആ കുട്ടി നമ്മളിൽ നിന്ന് അകന്നു പോകും. തീർച്ചയായിട്ടും കുട്ടി സ്കൂളുകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉന്നയിച്ച് വരും. രാമായണത്തിനെ പറ്റിയും ഭാഗവത്തെ പറ്റിയും പുരാണങ്ങളെ പറ്റിയും ഫിലോസഫിയെ പറ്റിയൊക്കെ ചോദിക്കും. ഈ ചോദിക്കുമ്പോൾ ആ കുട്ടിയെ കുറച്ച് കാര്യങ്ങൾ അറിയാം, ഈ പേരൻസിനെ അതുപോലെ അറിഞ്ഞുകൂടാ. ഈ പേരൻസ് ഉടനെ പറയും, ഗ്രാൻഡ് പേരൻസിനോട് ചോദിക്കാൻ പറയും, മുത്തച്ഛനോട് ചോദിക്കുക, അല്ലെങ്കിൽ മുത്തച്ഛിയോട് ചോദിക്കുക, അപ്പൂപ്പനോട് ചോദിക്കുക, അമ്മൂമ്മയോട് ചോദിക്കുന്നു പറയും. ഈ നമ്മുടെ സ്വന്തം മക്കളതിനെ പറ്റി അറിയാൻ പാടില്ല എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ പറഞ്ഞു തന്നത് പപ്പയോട് ചോദിക്കുക, മുത്തച്ഛനോട് ചോദിക്കുന്നു പറഞ്ഞു തന്നെ. ഈ കുട്ടികൾക്ക് നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആ കുട്ടികളുടെ എക്സ്പ്ലനേഷൻ്റെ ശാസ്ത്രീയത ഇല്ലെന്ന് കണ്ടാൽ ഈ കുട്ടി വന്നുകൊണ്ട് അതിൻ്റെ സ്വന്തം അച്ഛനും അമ്മയോടും പറയും, ഈ മുത്തച്ഛന് യാതൊരു ബോധവുമില്ല, ഈ മുത്തശ്ശിക്ക് യാതൊരു വിവരവുമില്ല എന്ന് പറയുമ്പോൾ ഭാര്യയുടെ അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് പറയും, എടോ ഇനിയിപ്പോൾ അവരെവിടെ നിർത്തിയതുകൊണ്ട് വലിയ പ്രയോജനമില്ലല്ലോ, ഒരു പ്രയോജനമില്ലാത്ത സാധനത്തിന് നമ്മുടെ വീട്ടിൽ എന്തിനാ നിർത്തണം? അപ്പോൾ അവർക്ക് പറ്റിയ സ്ഥലത്തേക്ക് കൊണ്ട് മാറ്റി വയ്ക്കാം. ഉപയോഗമുള്ള ഒരു വസ്തുവും നമ്മൾ വേണ്ടെന്ന് വെക്കില്ല. പാഴ്വസ്തുക്കളെ മാത്രമേ നമ്മൾ തടയുള്ളൂ. ഈ പുറന്തള്ളപ്പെട്ടാൽ എന്ത് പറ്റും? ഇന്നത്തെ ഓൾഡ് ഏജിൽ ജീവിക്കുന്ന ആൾക്കാരുടെ തലമുറ കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യനുണ്ടാവില്ല, വിശ്വാസങ്ങൾ ഉണ്ടാവില്ല. ക്ഷേത്രങ്ങളൊക്കെ ക്ലബ്ബുകളായിട്ട് മാറും ഇനി അടുത്ത കാലം വരുമ്പോൾ. കാരണം ഇവർക്ക് വിശ്വാസമില്ല. ഇങ്ങനത്തെ ഒരു മാറ്റം വരാതിരിക്കണമെങ്കിൽ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ശാസ്ത്രീയത നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. നമ്മൾ ശാസ്ത്രീയത ചർച്ച ചെയ്യപ്പെടാതെ അന്ധവിശ്വാസങ്ങളിലൂടെ വീണ്ടും അടിച്ചേൽപ്പിക്കുകയാണ് ഇവിടെ. അതിന് വലിയൊരു ഉദാഹരണമാണ് ലോകത്തിലുള്ള ഏത് കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലും, ഏതൊരു ഉൽപ്പന്ന നിർമ്മാണത്തിൻ്റെ പിന്നിലും ഒരു ഭാരതീയൻ്റെ കരസ്പർശമുണ്ട്. തീർച്ചയായും ഒരു മലയാളിയുടെ കരസ്പർശം ഉറപ്പായിട്ടുണ്ടാവും. എന്നാൽ ഈ ലോകത്തിൻ്റെ മുൻപിൽ ഒരു മലയാളി നൽകിയ സംഭാവന എന്താ ഉള്ളത്? ഒരു ഇന്ത്യക്കാരൻ നൽകിയ സംഭാവന എന്താ ഉള്ളത്? നമുക്ക് യാതൊന്നും അവകാശപ്പെടാനില്ല. പക്ഷേ ആ സംഭാവനകളുടെ അടിത്തറയാണ് ഇന്ന് കാണുന്നതെല്ലാം. ലോകത്തുള്ള എല്ലാ സംഭവങ്ങളുടെയും അടിത്തറ ഭാരതീയ സംസ്കൃതിയിൽ നിന്നും ഉടലെടുത്തതായ വൈദിക സിദ്ധാന്തത്തിലൂടെ നടപ്പിലാക്കിയ വ്യവസ്ഥകളാണ് മുഴുവനും. ഒരുപക്ഷെ ലോകം മുഴുവൻ സഞ്ചരിച്ചത് കൊണ്ടുണ്ടായ ഒരു തിരിച്ചറിവാണ്. അതെ, തിരിച്ചറിവാണ്. നമ്മൾ പലരോടും ഇപ്പോൾ സംസാരിക്കുമ്പോൾ, ഞാൻ നാസയിൽ പോയിട്ടുണ്ട്, നാസയിൽ പോയി ശാസ്ത്രജ്ഞന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നടപ്പിലാവുന്നില്ല എന്ന് ചോദിക്കുന്നത്. അവർ നമ്മളോട് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു സമൂഹത്തിൽ നിന്നാണ് നമ്മൾ കുറച്ച് സത്യസന്ധമായ കാര്യങ്ങൾ സമൂഹത്തിൽ എത്തണം എന്നൊരു തോന്നൽ വന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വേദസംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ അറിവ് നേടുന്നതിന് വേണ്ടിയിട്ട് അറിവുള്ള ആൾക്കാരുടെ ശിക്ഷണത്തിലും സാമീപ്യത്തിലും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്.